Yeah, she's got some nice long hair, and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Clothes that she wears, short skirt and a jacket. I just wanna get her all alone on a mattress. I just wanna have it, I just gotta have it. Rumors all around say her body is fantastic. All natural, not a piece of fur is plastic. Head to her toes, yeah, they say that she's a latch. Yeah, the whispers all around say she has a reputation. Don't believe it till I see it, so I want a demonstration. And I've always learned it better with a hands-on education. So I need a private session if you... എന്തായാലും നമ്മുടെ V3 സ്റ്റണ്ട് ചെയ്യാൻ പോകണം കേട്ടോ. എന്തൊക്കെ ആവുമെന്നൊന്നും അറിയാൻ പാടില്ല. വല സൈഡ് മാറി ഞാൻ കിറ്റ് പടമാവും, അങ്ങനൊരു സംഭവമുണ്ട്. ഹലോ ഗൈസ്, KnOckOuTer ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്കാണ് നമ്മൾ നോക്കാൻ പോണത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് കുറേ പേര് നമ്മുടെ പഴയ പോസ്റ്റൊക്കെ കണ്ടിട്ട് ബ്രോ സ്റ്റണ്ട് ചെയ്യോ, ബ്രോ വീലി അടിക്കുമോ, അത് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കണുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് പേര് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രോ അതിൻ്റെ വീഡിയോ ചെയ്യണം, എന്തായാലും അങ്ങനെ സ്റ്റണ്ട് ചെയ്യണം, എൻ്റെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയണുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നേരത്തെ, അതായത് ഒരു 2-3 വർഷം മുമ്പ് നമ്മൾ സ്റ്റണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. അപ്പം പ്രാക്ടീസ് ഒന്നുമില്ല, ഫുള്ള് ആ സാധനം സ്റ്റോപ്പ് ചെയ്ത് സ്റ്റണ്ടേ നിർത്തി, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സെറ്റപ്പ് എന്തായാലും നമ്മൾ ഒന്നേന്ന് ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. നമ്മൾ നേരത്തെ നേരത്തെ ടൗണിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്ററിനകത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ചെന്ന് നിന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റണ്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഇന്ന് ചെയ്ത് നോക്കാൻ പോകണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമ്മൾ അതെന്തായാലും സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് ഗ്രൗണ്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്താണ് ചെയ്യാൻ പറഞ്ഞാൽ ഗ്രൗണ്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ അടിച്ച് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തത് ബെല്ലൈക്കൺ ഒന്ന് ഇടിച്ച് പൊടി ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. വണ്ടി രാവിലെ കഴിവുണ്ടാകുന്ന ഇപ്പോഴാണ് ഓർക്കണം കേട്ടോ. ഒന്നത് മഴയുടെ സീനും പറഞ്ഞു, പിന്നെ അത് പോയിട്ട് മഴയില്ല വെയിലാണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിൽ പോകണമല്ലേ, ഫുള്ള് പ്ലിങ് ആവും. എന്തായാലും രാവിലെ കഴുകി വെച്ച് ഫുള്ള് സെറ്റാക്കി. ഇനി എന്തായാലും നമുക്ക് നേരെ ഗ്രൗണ്ടിലോട്ട് പോകാം കേട്ടോ. പിന്നെ ഗ്ലൗസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഇടാം, അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നേരെ ഗ്രൗണ്ടിലോട്ട് പോട്ടെ. പിന്നെ ഈ ഗ്രൗണ്ടിൽ തന്നെ എന്താണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, അതായത് നമ്മൾ ഈ സ്റ്റണ്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം പബ്ലിക് പ്ലേസുകൾ, അതായത് റോഡിൽ പബ്ലിക് പ്ലേസുകളിലൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നേരെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് തന്നെ പോകണം. നേരത്തെ പഠിച്ചതും അവിടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്രൗണ്ടിൽ എത്തിയിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ പൈസ അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. പിന്നെ ഇതിന് പറഞ്ഞതുകൊണ്ട്, അതും ഒറ്റയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ് ഈ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ ഗ്രൗണ്ടിലോട്ട് പോകും. പിന്നെ ഗ്രൗണ്ടിൽ ഈ ഒരു ഗ്രൗണ്ട് വന്നിട്ട് നമുക്ക് അറിയാമെന്നുള്ളൊരു ചേട്ടൻ്റെ കെയർ ഓഫിലാണ് നമ്മളിവിടെ വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അതായത് നമ്മുടെ ആശാനെന്ന് പറയാം, നമ്മുടെ സ്റ്റണ്ടൊക്കെ പഠിപ്പിച്ച ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഷിനോയ് സ്ട്രീറ്റ് റൈഡർ എന്ന് പറഞ്ഞ റൈഡർ, അതാണ് ഷിനോയ് സ്ട്രീറ്റ് റൈഡർ, അതാണ് പേര് കേട്ടോ. അപ്പം ആശാനാണ് നമ്മളെ സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. ആൾ ഫുള്ള് പക്കയായിട്ട് ഷോയും കാര്യങ്ങളൊക്കെ ചെയ്ത് കോളേജിലൊക്കെ ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. അപ്പം ഞാൻ പഠിക്കണമെന്നുള്ളൊരു ക്രേസ് കൊണ്ട് ഞാൻ ആശാനെ കോൺടാക്ട് ചെയ്ത്, നമുക്ക് നേരത്തെ അറിയാം, നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ച എൻ്റെ സീനിയറായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്ത് നേരെ ആശാനുമായിട്ട് ഇതായിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നിങ്ങനെ പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4-5 മാസം വരെ പോയി. അപ്പോൾ ബേസിക്കാണ് എനിക്ക് അറിയാമെന്നുണ്ടായിരുന്നത്. FC-യിലാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എൻ്റെ FC ഉണ്ടായിരുന്ന സമയത്ത് FC-യിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും V3-യിൽ എൻ്റെ മോനെ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ എന്തൊക്കെയാണ് എനിക്ക് ഇപ്പം ചെയ്യാൻ പറ്റണമെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഗ്രൗണ്ടിൽ ചെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ എന്ന് എന്തായാലും അറിയാൻ പാടില്ല, എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതായത് ഇവിടെ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ദൈവം സഹായിച്ച് ആരുമില്ല കേട്ടോ. എൻ്റെ മോനെ പൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ മോനെ ഇവിടെ മൊട്ടം വെയിൽ, അതിനിടയിൽ മഴയുടെ ചെറിയൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും
ഇവിടെ എത്തിയപ്പം മുട്ടൻ വെയിലായിട്ടാ എൻ്റെ മോനെ. നമ്മളെന്തായാലും നമ്മുടെ V3 സ്റ്റണ്ട് ചെയ്യാൻ പോകണം കേട്ടോ. എന്തൊക്കെ ആവുമെന്നൊന്നും അറിയാൻ പാടില്ല. ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഫുള്ള് നീ ഗാർഡ് കൂടെ വയ്ക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം വണ്ടി. പക്ഷെ അതിന് മുന്നായിട്ട് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലൊന്ന് എയർ കുറയ്ക്കണം കേട്ടോ. അതായത് ഈ മണ്ണുമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എയർ കുറയ്ക്കുന്നത്, തറയുമായിട്ട് ഒരു പിടുത്തം വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എയർ ഇച്ചിരി ഒന്ന് കുറയ്ക്കണം. തിരിച്ചു പോകുന്ന വഴിക്ക് പമ്പിൽ നിന്ന് എന്തെങ്കിലും അടിക്കാം. അപ്പോൾ എന്തായാലും എന്തായാലും കുറച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് വണ്ടി നല്ലോണം കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വണ്ടി ഇവിടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് അതായത് ഷിഫ്റ്റ് ചെയ്ത് പൊക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബേസിക് വീല് നമുക്ക് എത്രത്തോളം അറിയാമെന്നുള്ള കാര്യം ജസ്റ്റ് എന്തായാലും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള മണ്ണ് കുറച്ചൊന്ന് മാറ്റാം കേട്ടോ. അവർ കളിക്കുന്നതിൻ്റെ കോർട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് കേട്ടോ. ഇവിടെ വന്ന് ഒരു കൊണ്ട പറിക്കും, അല്ലതാ ഭയങ്കര ചടങ്ങ്. അല്ല പുറത്ത് നല്ല പൊടി മണ്ണ് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും അത് മാറ്റി അവിടെ കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. അത് ബാക്ക് ടയർ വരുന്ന ഭാഗം മാത്രമാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി പൊക്കി നോക്കാം. പ്ലീസ് അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും വീല് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്താവും എന്നറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒരു ട്രൈ ആണ് കേട്ടോ. അതിനിപ്പോൾ ഗ്ലൗസ് ഇടട്ടെ, ഞാനത് വിട്ടുപോയി. ഗ്ലൗസ് ഇടട്ടെ കേട്ടോ. ജസ്റ്റ് അതിന് മുമ്പേ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. ഇവിടെ പൂഴി മണ്ണ് ഇഷ്ടം പോലെ ആയി. ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ടായിരിക്കണം ഇഷ്ടം പോലെ ആയി ചെയ്യാൻ പറ്റണില്ല. അതായത് കടലിൻ്റെ കരയിലൊക്കെ കിടക്കൂലേ, അതേ കണക്കുള്ള പൂഴിയായിട്ടോ ഇവിടെ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കെന്തായാലും ചുമ്മാ ചെയ്യണ വേണ്ട കേട്ടോ. വല സൈഡ് മറിഞ്ഞ് കഴിഞ്ഞാൽ കിറ്റ് പടമാവും. അങ്ങനൊരു സംഭവമുണ്ട്. വണ്ടി ഷിഫ്റ്റ് ആവണ്ട കേട്ടോ. ഇത്രയ്ക്കും പൊങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതായത് ഈ മണ്ണ് മാറ്റിയിട്ടുള്ള ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പം കുറച്ചുകൂടെ ഒരു പിടുത്തം കിട്ടും. വണ്ടി ഷിഫ്റ്റ് ആവണില്ല. അതായത് ബേസിക് വീൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാല് വന്നിട്ട് പുറത്ത്, ഒരു സൈഡ് കാലും ഒരു സൈഡ് ചന്തി എല്ലാം കൂടെ നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുള്ള എല്ലാം പോയേട്ടാ. പഴയ അതൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, അത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എത്ര ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരും പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അത് അതിൻ്റെ ആ ഒരു ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യും. പക്ഷെ വണ്ടി ഷിഫ്റ്റ് ആവണ പോലുമില്ല. ഇത് വണ്ടി ഷിഫ്റ്റ് ആവണ പോലുമില്ല കേട്ടോ. ചെയ്യാൻ പറ്റണില്ല. പക്ഷെ വീഡിയോ കുറച്ച് ഫണ്ണായിരിക്കും. അതിൻ്റെ ഒരു പിടുത്തം കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പഴയതൊക്കെ മറന്നു അമ്മേ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എവിടെയെങ്കിലും ചെയ്ത് നോക്കാം. ചെയ്യാൻ പറ്റണില്ല കേട്ടോ. പഴയതുപോലെ സ്റ്റണ്ട്സ് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ കുറേ നേരം ഇവിടെ കിടന്ന് ഇങ്ങനെ തളർന്ന് കുറേ നേരം ചെയ്ത് നോക്കിയാട്ടോ. പിന്നെ ഡ്രിഫ്റ്റൊക്കെ കുറേ നേരം ചെയ്ത് നോക്കി, ഒന്നും നടക്കണില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടച്ച് വിട്ടാട്ടോ വണ്ടിയുടെ അതായത് ഈ സ്റ്റണ്ട് സെറ്റപ്പിൻ്റെ ഫുള്ള് ടച്ച് നമ്മൾ വിട്ട്. അപ്പം എനിക്ക് ചെയ്യാൻ ഭയങ്കര ക്രേസ് ആയിരുന്നു കേട്ടോ. ഒരു സമയത്ത് ആ ഒരു സെറ്റപ്പ് അങ്ങ് വിട്ട് കേട്ടോ, സ്റ്റണ്ട് സെറ്റപ്പ് അങ്ങ് വിട്ട്. ഇവിടെ നിന്ന് കുറേ നേരം ചെയ്ത് നോക്കിയാട്ടോ. എൻ്റെ മോനെ നടക്കണില്ല, ഭയങ്കര ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് വണ്ടി നല്ലോണം ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടക്കണില്ല കേട്ടോ. ചുമ്മാ വീലിങ്ങനെ കറങ്ങണമല്ല, അതൊന്നും നടക്കണില്ല. അതായത് എന്നെ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണില്ല വണ്ടി. നേരത്തെയൊക്കെ നമ്മൾ അതായത് ഈ ഗ്രൗണ്ടിൻ്റെ ഇത് ഇവിടെ മുതൽ അതുവരെ ഏകദേശം ഒരു എത്ര
100 മീറ്റർ ആ റേഞ്ച് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ അടിച്ചിങ്ങനെ പോകുമായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്തുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ അതായത് ഇപ്പോൾ വന്ന് പുതിയ കുറേ ഫോളോവേഴ്സൊക്കെ വന്നിട്ട് അവർ ഇങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് താഴോട്ടൊക്കെ നോക്കിയിട്ട് അതായത് ഫസ്റ്റ് ഉള്ളതൊക്കെ സെറ്റപ്പൊക്കെ നോക്കിയിട്ട് ബ്രോ സ്റ്റണ്ട് ചെയ്യുമോ അതിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്യും, പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ഒരു ട്രൈ. ഞാൻ ഇപ്പം ഇത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ടേ തോന്നുള്ളൂ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാനുള്ള. അപ്പോൾ അതാണ് സെറ്റപ്പ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ഡിസ്കുള്ള ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ ചെയ്യുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് അങ്ങനത്തെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് ബ്രേക്കും ആക്സിലേറ്റർ ക്ലച്ച്, ഇതാണ് ഇതിൻ്റെ കളി. നമ്മളിങ്ങനെ കൈ പൊക്കി വെച്ചിട്ട് നൈസ് പരിപാടി അതാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ ചെയ്യണ സമയത്ത് ഈ വണ്ടിയും വെച്ചിട്ട് എനിക്ക് അധികം അതും ചെയ്യാനും പേടി. അത് വേറൊരു സംഭവം. കിറ്റുവെല്ലാം പൊട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് വലിയ പണിയാവും. ഒന്നതേ ടൈറ്റായി പ്ലിങ്ങായി നിൽക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണ സമയത്ത് ഒരു സൈഡ് ചന്തി ഇങ്ങനെ വെളി സൈഡിലാണ് ഇരിക്കുന്നത്. ചന്തി ഒരു കാലും ഇങ്ങനെ വെളി സൈഡ് ഇട്ടിട്ടാണ് ബേസിക് വീലി അടിക്കുന്നത് കേട്ടോ. അപ്പം അതാണ് പക്കയായിട്ട് ചെയ്തു വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബേസിക്കിൽ തന്നെ ബേസിക് സർക്കിളുണ്ട്. അതായത് ഈ ഒരു സൈഡ് കാല് പുറത്തിട്ടിട്ട് തന്നെ ഫസ്റ്റ് പഠിക്കുന്ന വീലി അതാണ് കേട്ടോ. വീലിയോ സ്റ്റോപ്പി അടുത്ത് അത് പഠിക്കുന്ന അത് സെറ്റപ്പ് അതൊന്നും ഞാൻ പഠിച്ചു തുടങ്ങിയില്ല കേട്ടോ. ആദ്യം ഒരു 5-6 മാസം വരെ അതായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ബേസിക് വീല് പക്ക ആയതിനു ശേഷം ബേസിക് പോയിട്ട് ബേസിക് സർക്കിളുണ്ട്. ആ ഒരു കാല് പുറത്തിട്ടിട്ട് ഇങ്ങനെ വണ്ടി സർക്കിൾ ചെയ്യണം വീലി. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇങ്ങനെ തുടങ്ങിയ സമയത്താണ് വീണ്ടും അത് നിർത്തി കുറച്ച് പ്രശ്നങ്ങളായിട്ടൊക്കെ അങ്ങനെ നിർത്തി കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇന്ന് വന്നൊന്നത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒന്നും നടക്കണില്ല, പ്ലിങ് അവസ്ഥയായിരുന്നു. ഒന്നും നടക്കണില്ല കേട്ടോ. എയറിന് പോകുമ്പോൾ തിരിച്ച് വണ്ടിക്ക് എന്തായാലും അടിക്കണം. പിന്നെ വണ്ടിക്ക് പറഞ്ഞ പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി ഇതേമാതിരി ബാക്ക് ഡിസ്കുള്ള ഒരു വണ്ടി നമ്മൾ എടുത്തിട്ട്, അതായത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ കിട്ടുകയാണെങ്കിൽ അപ്പാച്ചി കിട്ടും. 190 അപ്പാച്ചി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വണ്ടികൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് 220 കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്തിട്ട് സ്റ്റണ്ട് മോഡൊക്കെ ആയിട്ട് ഇതേമാതിരിയുള്ള ഗ്രൗണ്ടോ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിൽ ചെയ്യാം കേട്ടോ. പബ്ലിക്കിൽ ആയിട്ടുള്ള റോഡുകളിലോ ആളൊഴിഞ്ഞ റോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സീനാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതേമാതിരിയുള്ള ഗ്രൗണ്ടിലൊക്കെ ചെയ്താൽ വലിയ സീനില്ല. പിന്നെ അതും പോയിട്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ടുള്ള സമയം നമ്മൾ ഇതേപോലത്തെ സമയത്താണ് പറഞ്ഞത് കേട്ടോ. ആരും ഒറ്റ പട്ടികൾ കാണില്ല. രാവിലെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കളിക്കുന്ന ആൾക്കാരാണ്, ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതാണ് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ വണ്ടി പൊങ്ങണ പോലും എന്നെ കൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല. ആ സമയത്തൊക്കെ ചെയ്ത് വന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സെറ്റപ്പോടെയാണ് എന്തായാലും വന്നത് കേട്ടോ. ജാക്കറ്റൊക്കെ ഇട്ട് പക്ഷേ പ്ലിങ്ങേഷായിപ്പോയി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമ്മളെന്തായാലും ഈ ഒരു ഫീൽഡങ്ങ് വിട്ടതുകൊണ്ട് നമുക്ക് സീനൊന്നുമില്ല. നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിൽ പോകാം കേട്ടോ. ഇതാണ് സെറ്റപ്പ്. നമുക്ക് എന്തായാലും ബോറടിപ്പിക്കാതെ മോട്ടോ വ്ളോഗിൽ ഇനി കണ്ടിന്യൂ ആകാം കേട്ടോ. അതായത് നമുക്ക് എന്തായാലും നേരെ തിരിച്ചു പോകാം. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഇവിടെ മുതൽ ഇത് അതുവരെയൊക്കെ ഫുള്ള് വീലിയൊക്കെ ബേസിക് വീലി അടിച്ച് തുടങ്ങിയതിൻ്റെ ആ ഒരു സമയത്ത് പഠിച്ചു തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. ഇവിടെ ഒക്കെ അടിച്ചു നോക്കി ഒന്നും നടക്കണില്ല. ഡ്രിഫ്റ്റ് പോലും ചെയ്യാൻ പറ്റണില്ല. അതാണ് എല്ലാം ആ ഒരു ടച്ച് പോയി. ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യണ പല ആൾക്കാരും അവർ പക്കയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർ പ്രാക്ടീസ് എടുക്കും കേട്ടോ. ഇതിൻ്റെ ടച്ച് വിട്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രാക്ടീസ് എടുക്കും. അതാണ് സെറ്റപ്പ്. അപ്പോൾ നമ്മളിപ്പം ഇത് വിട്ടിട്ട് ഈ ഒരു ഫീൽഡ് വിട്ടിട്ട് 3 വർഷത്തിന് കൂടുതലായി. ജസ്റ്റ് ഒന്ന് ചെയ്യാൻ നോക്കിയിട്ട് ഒരു തേങ്ങയും നടന്നില്ല. ജസ്റ്റ് ചെറിയ രീതിയിൽ പോലും വണ്ടി ഷിഫ്റ്റ് ആവണില്ല കേട്ടോ. അതായത് ലൈറ്റായിട്ട് ഷിഫ്റ്റ് ആവണേ ഉള്ളൂ. പിന്നെ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ഇവിടെ ഭയങ്കര കടലിൻ്റെ ഫ്രണ്ടിലുള്ള അതുപോലത്തെ മണൽ കിടക്കണം കേട്ടോ. വണ്ടി അങ്ങോട്ട് ഇതായി വരണില്ല. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാൻ പോകണം. പിന്നെ നിങ്ങൾക്ക് സ്റ്റണ്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം സ്റ്റണ്ട് അറിയാന്നുള്ള ആൾക്കാരെ വിട്ടിട്ട് ആൾക്കാരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതൊക്കെ അതായത് ചെയ്ത് പഠിക്കാം കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ബേസിക് വീലിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ബാക്ക് ഡിസ്ക് കയ്യിൽ കയറ്റേണ്ട ആവശ്യമില്ല. അതായത് ലെഫ്റ്റ് സൈഡ് കയ്യിൽ നമ്മൾ കയറ്റും, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ബേസിക് അല്ല മറ്റേ ഫ്രീ സ്റ്റൈലൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഫ്രീ സ്റ്റൈൽ വീലിയൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഹാൻഡിലെന്ന് അത് കയ്യിൽ നമുക്ക് ബ്രേക്കിങ് സെറ്റപ്പ് ആകണം കേട്ടോ. ബാക്ക് ബ്രേക്ക് കയ്യിൽ കൊണ്ടുവരേണ്ടിയിരിക്കണം. അപ്പം 2 കാലം നമ്മളടുത്ത് ഇത് വണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം എന്തായാലും ഈ ഫ്രീ സ്റ്റൈൽ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും കയ്യിൽ ബ്രേക്ക് കൊണ്ടുവരണം കേട്ടോ. കാരണം നമ്മുടെ കാലെന്തായാലും ഫുഡ് റെസ്റ്റിൽ ഇവിടെ ഇരിക്കില്ല. ബാക്ക് ഒരു ഫുഡ് റെസ്റ്റ് നമ്മൾ അഡീഷണൽ സെറ്റ് ചെയ്യും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീലി ബാറിലോ അങ്ങനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കാലൊക്കെ. അതായത് ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് കാലങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഹാൻഡിൽ ബ്രേക്ക് അത്യാവശ്യമായിട്ട് വരും കേട്ടോ. 2 കൈ, അതായത് ബാക്ക് ബ്രേക്ക് നമ്മുടെ ഇടത് കൈക്ക് കൊണ്ടുവരും. അതാണ് ക്ലച്ച് പുറത്തുണ്ടാവും, അടിയിൽ ബ്രേക്ക് സെറ്റ് ചെയ്യും കേട്ടോ. അങ്ങനത്തെയാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോകണം. ഇനി എന്തായാലും നേരെ ഇങ്ങനെ ടൗണിലോട്ട് കയറണില്ല, ഷോർട്ട് കട്ട് അടിച്ച് വീട്ടിലോട്ട് പോകും.
അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം കേട്ടോ. നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഇന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ ചുമ്മാ ഇരുന്നു, അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് ഓർത്താണ്. പിന്നെ വരുന്ന ഞായറാഴ്ച 3-ാം തീയതി നമ്മളെന്തായാലും എവിടെ വെച്ചാണ് ഞാൻ പോസ്റ്റ് കൊടുത്തിരിക്കും കേട്ടോ. നമ്മുടെ എറണാകുളത്ത് ഓർമ്മയുണ്ട്, കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളും എന്തായാലും ഇടും. നമ്മളെന്തായാലും അവിടെ പോകാൻ പോകുന്നുണ്ട്. അതായത് എക്സ്പൾസിൻ്റെ ഒരു ഓഫ് റോഡ് ഒരു ഇത് റാലി ഇപ്പോൾ നടത്തുന്നുണ്ട് കേട്ടോ. അവരൊരു ചെറിയൊരു സെറ്റപ്പ് നടത്തുന്നുണ്ട്, ചെറിയൊരു ഇവൻറ്റ് നടത്തുന്നുണ്ട്, അതാണ് സെറ്റപ്പ്. അപ്പോൾ അതിനെന്തായാലും കാണാൻ വേണ്ടി പോകാൻ വേണ്ടി, എന്തായാലും എക്സ്പൾസ് ഒന്നുമില്ല, ചുമ്മാ ഷോയ്ക്ക് എന്തെങ്കിലും കാണാൻ വേണം, ഇപ്പോൾ പോകണമെന്നൊരു ആഗ്രഹം. അപ്പോൾ എന്തായാലും പോകാൻ പോകണം കേട്ടോ. അപ്പം ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. എന്തായാലും അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും എന്തായാലും ഇൻസ്റ്റയ്ക്കകത്തിടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കിടന്നിരിക്കും. ബൈ.